നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ ഇന്ന് സ്ലൊവേനിയക്കെതിരെ കളിക്കാനിരിക്കുകയാണ് പോർച്ചുഗൽ. രാത്രി 12:30 മത്സരം. ആ കളിക്ക് മുന്നോടിയായിട്ട് പെപ്പെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പോർച്ചുഗൽ കളക്റ്റീവ്ലി കാര്യങ്ങൾ മികച്ച രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട്, ടീം എന്ന രൂപത്തിൽ മികച്ച രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട്, ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ സ്ലൊവേനിയക്കെതിരെ വിജയിച്ച് കയറാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ കളിയിലെ തോൽവിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. അതിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് പോർച്ചുഗീസ് സൂപ്പർ താരം ബ്രൂണോ ഫെർണാണ്ടസ്. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങൾ കണ്ടിരുന്നു, പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ ഭാഗമായി. ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ പെപ്പയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ ഞങ്ങളുടെ ടീമിൽ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ആണ്. പ്രായം കൂടിയ താരങ്ങൾ എന്നല്ല ഞാൻ പറയുക, മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആണ് അവർ. അപ്പോൾ അവർ പറയുമ്പോൾ ആ വാക്കുകൾക്ക് വിലയുണ്ട്. അത് എല്ലാവരും ആ രൂപത്തിൽ തന്നെ എടുക്കും എന്ന് തന്നെ ഇപ്പോൾ ബ്രൂണോ പറയുന്നു. അതോടൊപ്പം കഴിഞ്ഞ കളിയിലെ പ്രശ്നങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് സെഷനുകളിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കളിക്കളത്തിൽ കാണാൻ പറ്റും എന്നുകൂടി ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും പെപ്പെ എന്തു പറഞ്ഞാലും അത് നല്ല രൂപത്തിൽ ഈ ടീം ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പെപ്പെ നന്നായിട്ട് അറിയാം. അദ്ദേഹം ഈ ടീമിലെ ഏറ്റവും അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ്. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് എന്നാണ് ഞാൻ പറയുക. ക്രിസ്ത്യാനോയും പെപ്പയും ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. അവർ രണ്ടുപേരും മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സാണ്. ഞാൻ ഒരിക്കലും അവർ പ്രായം കൂടിയ താരങ്ങളാണെന്നല്ല പറയുന്നത്, മറിച്ച് അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണെന്നാണ് ഞാൻ പറയുക. ഇത്തരം ഘട്ടങ്ങളിൽ, ഇത്തരം ടൂർണമെൻറ്റുകളിൽ അവരുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പെപ്പെ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി നിരീക്ഷിച്ചായിരിക്കും അദ്ദേഹം പറയുക. വളരെ ഈസി ഗോയിങ് പേഴ്സണാണ് അദ്ദേഹം, വളരെ ഓപ്പൺ പേഴ്സണാലിറ്റിയാണ്, വളരെ ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. സോ അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും അത് പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിലെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾ ചില മേഖലകളിൽ ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് എന്നത് വെളിപ്പെടുത്തിയ മത്സരമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ട്രെയിനിങ് സെഷനുകളിൽ ആ മേഖലകൾ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കളിക്കളത്തിൽ കാണിക്കാൻ പറ്റും എന്നാണ് ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നത്. എന്തായാലും സ്ലൊവേനിയ അത്ര ചെറിയ മീനല്ല. അവർ കഴിഞ്ഞ മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി മത്സരത്തിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയ ടീമാണ്. ഒരു കടുത്ത പോരാട്ടത്തിനുള്ള വേദി ഒരുങ്ങുകയാണ് ഫ്രാങ്ക്ഫർട്ടിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.